മ്യൂസിക് കമ്പോസിഷനിൽ ഒത്തിരി കോപ്പി അടി എന്നൊക്കെ പറയുന്ന വിവാദങ്ങൾക്ക് ഇരയായിട്ടുണ്ട് ഗോപി പലപ്പോഴും. അതിനോട് എന്താണ് പറയാനുള്ളത്? യൂഷ്വലി ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി അടിച്ചാലും തുറന്നു പറയാം, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ടാലന്റഡ് ആയിട്ടുള്ള കമ്പോസേഴ്സ് കോപ്പി അടിക്കുന്നതെന്ന് പറയുന്നത്? ടാലന്റഡ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമുക്ക് ടാലന്റ് ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ കോപ്പി അടിക്കുന്നത്. കോപ്പി അടി എന്ന് പറഞ്ഞത് ഇറ്റ്സ് ലൈക്ക് മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു പ്രഷറാണ്, എക്സ്പെക്ടേഷൻ പ്രഷറാണ്. അല്ല, സംടൈംസ് ഇപ്പോൾ ചില എഡിറ്റേഴ്സ് എഡിറ്റ് ചെയ്യുമ്പോൾ അവർ എഡിറ്റിംഗ് ശരിയാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എഡിറ്റിംഗ് പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരു മ്യൂസിക് ഓൾറെഡി ഇട്ടിട്ട് അത് എഡിറ്റ് ചെയ്യും. അപ്പം ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ അത് കണ്ട് ട്യൂണായിട്ടുണ്ടാവും. പിന്നെ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വരുമ്പോൾ അതിനേക്കാൾ എത്ര മെച്ചപ്പെട്ട് നമ്മൾ കൊടുത്താലും എല്ലാവരും ആ പഴയ മ്യൂസിക്കായിട്ട് ബയാസ്ഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ നിവൃത്തിയില്ലാതെ നിയമവശങ്ങളിലൂടെ നമ്മൾ അടിപെടാത്ത രീതിയിൽ അതിൻ്റെ നൊട്ടേഷനൊക്കെ മാറ്റി ഒരു കണക്കിന് നമ്മളുടെ സസ്റ്റൈനബിലിറ്റി വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നതിൻ്റെ മൊയ്തീനുള്ള സിനിമയ്ക്ക് എനിക്ക് ഒരു റെഫറൻസ് മ്യൂസിക് ഒന്നും കിട്ടിയില്ല. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയ്ക്ക് എനിക്ക് റെഫറൻസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടാലൻസ് മുഴുവനായിട്ട് എടുത്ത് റെസ്ട്രിക്ഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ പാട്ടിന്റെ കാര്യം പറയുമ്പോഴും ഇത് കമ്പോസിഷന്റെ കാര്യം വരുമ്പോഴും പല ഡയറക്ടേഴ്സും ഇങ്ങനെ കുറച്ച് നിർബന്ധപൂർവ്വം നമുക്ക് ഇന്ന പോലെ വേണം അങ്ങനെ പോലെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര ഒരു 40 ട്യൂണോളം വേറെ ഇട്ട് കൊടുത്തിട്ടും അതിനേക്കാൾ നല്ല ട്യൂണ് കിട്ടിയാലും ഒരു ബയാസ് എന്നുള്ള രീതിയുണ്ട് ഏതൊരു മനുഷ്യനും. ഇപ്പോൾ കായാമ്പൂ കണ്ണിൽ വിടരും ആ പാട്ട് നമുക്ക് വേറെ ട്യൂണിൽ കേട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്തൊക്കെ മാറ്റിയിട്ടാലും ആ കായാമ്പൂ പഴയത് കേൾക്കാൻ ഇഷ്ടം. കാര്യം അത് ഓൾറെഡി നമ്മൾ ബയാസ്ഡ് ആണ്. അത് അപ്പോൾ അതിനേക്കാളും നല്ലൊരു ട്യൂണ് നമുക്ക് അതിന് കൊടുക്കാൻ കഴിഞ്ഞേക്കാം അതേ ലിറിക്സിന്. പക്ഷേ ഇപ്പോൾ നൊസ്റ്റാൾജിയ അത് കേട്ട് കുറച്ച് കാലം കേട്ടിട്ടുള്ളൊരു ശീലമാണ്. അപ്പോൾ അത് മാനുഷികമാണ്, അതിന് ബ്രേക്ക് ചെയ്യാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധി വരെ ഈ കോപ്പിഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. അത് ഒത്തിരി റിലീസസ് കഴിഞ്ഞിട്ട് ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇതെങ്കിലും ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണേ ഡയറക്ടർ എന്ന് പറഞ്ഞ് സന്തോഷപ്പെടണേന്ന്. ഞാൻ ഒരിക്കൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കല്ലൂർ പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ. ഏത് പാട്ടിനായിരുന്നു? അത് ട്യൂൺ കമ്പോസ് ചെയ്ത് കൊടുത്തിട്ട് അത് ഓക്കെ ആവണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് അതിന് മുമ്പൊരു ട്യൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഓക്കെ ആയില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനൊരു കണ്ണുമൂടി ഞാൻ വാട്സപ്പ് പ്രസ് ചെയ്ത് ഒരു ട്യൂൺ അയച്ചു കൊടുത്ത് നേരെ പോയി ഒരു മെഴുകുതിരി കത്തിച്ചു. അതാണ് റെക്കോർഡ് ചെയ്ത് വോയിസ് റെക്കോർഡ് ചെയ്ത് അങ്ങനെ അയച്ചു കൊടുത്തു. അഞ്ജലി തന്നെ അയച്ചു കൊടുത്തു. നേരെ പോയി ഒരു മെഴുകുതിരി കത്തിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു ഇതെങ്കിലും ഓക്കെ ആവണമെന്ന് പ്രാർത്ഥിച്ചു. ആ പാട്ടാണ് തുടക്കം മാംഗല്യം. ഗോപി സുന്ദർ എന്ന വ്യക്തിയുടെ മെമ്മറി പവർ 1 to 10 റേറ്റ് ചെയ്യുവാണെങ്കിൽ 10 being the highest, what is it? എൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടുള്ള മെമ്മറിയാണ്. ഒരു 1,00,000-ൽ കൂടുതൽ ടോൺസുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ടോൺ എവിടെയാണ് ഇരിക്കുന്നതെന്ന് 4 TB ഹാർഡ് ഡിസ്കിനകത്ത് ഇത് എവിടെ ഇരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അത് മാത്രമല്ല ഒരു പ്രാവശ്യം ഒരു റീല് കാണിച്ചു തന്ന 20 മിനിറ്റുള്ള റീല് ഒറ്റ പ്രാവശ്യം കാണിച്ചു തന്ന ഏത് സീൻ കഴിഞ്ഞിട്ട് ഏത് സീനാണെന്നും ഇതിന് ശേഷം എത്രത്തോളം ഗ്യാപ്പ് ഉണ്ടെന്നും അത് ബൈഹാർട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഒരു ഫുൾ പിക്ചർ എനിക്ക് ബൈഹാർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റ് 5 or 6. ഞാൻ റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ വർക്കിലൂടെ ആളുകൾ എന്നെ റേറ്റ് ചെയ്തു, ഞാൻ എന്നെ ഒരിക്കലും റേറ്റ് ചെയ്തില്ല. ഓക്കെ. ഇത്രയും മെമ്മറി പവർ ഉള്ള ഒരാള് SSLC പരീക്ഷ പാസ്സായില്ല. മെമ്മറി ആവശ്യമില്ല. നമ്മൾ ആക്ച്വലി നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തിന് എത്ര മെമ്മറി അതിന്റെ പ്രയോറിറ്റി അല്ലായിരുന്നു. ഓപ്ഷൻ 1, ഓപ്ഷൻ 2 SSLC പരീക്ഷ ഭയങ്കര ഒരു സംഭവമാണ്. അതിന്റെ പ്രയോറിറ്റി അല്ല. സത്യം അതിന്റെ പ്രയോറിറ്റി അല്ല. എന്റെ പ്രയോറിറ്റി അല്ല. ഇപ്പം എനിക്ക് SSLC എഴുതാൻ പറ്റാണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ കഴിവില്ലാണ്ടോന്നല്ല, എനിക്ക് ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. എപ്പോഴും തോന്നിട്ടുണ്ടോ ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യണം? ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനെയില്ല. ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ്, മ്യൂസിഷ്യൻ അല്ലായിരുന്നു ഗോപി എങ്കിൽ, സക്സസ്ഫുൾ അല്ലായിരുന്നു, ഇഫ് ദാറ്റ്സ് ദി കേസ്, വാട്ട് വുഡ് യുവർ ജോബ് ബി? I don't know. ഒരു സെക്കൻഡ് ബെസ്റ്റ് ജോബ് ഇല്ല. എനിക്കങ്ങനെ ഇതല്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ എവിടെയും പോയി തബല വായിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി എക്സ്പെരിമെന്റൽ മ്യൂസിക് ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഗോപി സുന്ദർ. എപ്പോഴെങ്കിലും ഒരു സിനിമയുടെ റീമേക്ക് ചെയ്യുമ്പോൾ ബോർ അടിച്ചിട്ടുണ്ടോ? ഇല്ല, ബോർ അടിക്കത്തില്ല. ഇല്ല, ബോർ അടിക്കില്ല. ഇപ്പോൾ ഐ ആം ഗോയിങ് ടു ഡു പ്രേമം റീമേക്ക് ഇൻ തെലുഗു ആൻഡ് തമിഴിൽ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ റീമേക്ക് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം വേറെ മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത്, ടോട്ടലി വേറെ ഫ്രഷ് മ്യൂസിക്. ഓക്കെ. ഒരു സിനിമയിലെ സോങ്സ് ഹിറ്റ് ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ലിസ്റ്റ് ചെയ്യാം 1 by 1. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ലോ നമ്പർ അല്ലെങ്കിൽ ഒരു മെലഡിയസ് നമ്പർ ഹിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാര്യം ഒരു നല്ലൊരു മെലഡി, ഒരു രാഗം ബേസ്ഡ് ഒരു സംഭവം ചെയ്ത് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഒരു ഫാസ്റ്റ് നമ്പർ ഹിറ്റ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാര്യം നമ്മുടെ യൂത്ത് ഈസ് ട്രാവലിംഗ് അഹെഡ് ദാൻ ഫിലിംസ്.
ഓക്കെ. അവർ ഒരുപാട് ലിസണിങ് കേപ്പബിലിറ്റി ഉള്ളവരാണ്, ഒരുപാട് സെൻസിബിലിറ്റി ഉള്ളവരാണ്. നമ്മളൊരു അപ്പാത്തി ചപ്പാത്തി എന്ന് പറഞ്ഞൊരു പാട്ട് കൊടുത്താൽ അവർ എടുത്തിട്ടടിക്കും. പക്ഷെ അവരുടെ യൂത്തിന് സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ്, അവരോടൊപ്പം നമ്മൾ വളരുമ്പോഴാണ്, അവർക്ക് ഹെഡായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഫാസ്റ്റ് നമ്പർ ഹിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന്റെ നിക്നാക്സ് ഏതൊക്കെയാണ് ദാറ്റ് യു തിങ്ക്? ഇറ്റ്സ് ലൈക്ക് ഫസ്റ്റ് ടു അട്രാക്ട്. ഇപ്പോൾ ഫാസ്റ്റ് നമ്പർ, ഇപ്പോൾ ജോണി മോനെ ജോണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹുക്ക് എന്ന് പറഞ്ഞാൽ പപ്പ വരണം വേണ്ടപ്പ എന്നുള്ളതാണ്. ഏതൊരു ചെറിയ കുട്ടിക്കും പപ്പ നിന്റെ ഭരണം വേണ്ടപ്പ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഹുക്ക് പോയിന്റാണ്. അപ്പോൾ എനിക്ക് വട്ടായി പോയി എന്ന് പറഞ്ഞ ലൈൻ അപ്പങ്ങളെ പാടലും വന്നു, ആ ലൈനാണ് നമ്മളെ ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ നുണുക്കുകൾ ഇടാറുണ്ട്. അതൊരു ഗിഫ്റ്റാണ്. അത് ഗോഡ് ആ സമയത്ത് നമ്മളെ കൊണ്ട് ദൈവം തോന്നിപ്പിക്കുന്ന ചില ഒരു ഗിഫ്റ്റാണ് കാര്യങ്ങളാണ്. വീട്ടിൽ 5 പട്ടികളുണ്ട്. യു ആർ ആൻ ആനിമൽ ലവർ. ഇപ്പം നടക്കുന്ന പട്ടികളുടെ പേരുള്ള വിവാദങ്ങൾക്ക് വാട്ട് ഈസ് യുവർ ടേക്ക്? ലൈക്ക് അവരും ഭൂമിയുടെ അവകാശികളല്ലേ, അവർക്കും അവരുടെ അവകാശങ്ങളുണ്ട്. പക്ഷെ മനുഷ്യാധിപത്യമുള്ള സ്ഥിതിക്ക് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അടിച്ചമർത്തുക അല്ലെങ്കിൽ മാറ്റി ഇടുക തന്നെ ചെയ്യും. പക്ഷെ എന്തുകൊണ്ടും പട്ടികളെ, അങ്ങനെയുള്ള തെരുവ് നായ്ക്കളെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരിക്കലും അവരെ കൊന്നെടുക്കാനൊന്നും നമുക്ക്, അവരും ഭൂമിയുടെ അവകാശികളായ സ്ഥിതിക്ക് നമുക്ക് അതിനുള്ള അവകാശങ്ങളില്ല.